എള്ളു അരി. ആ ഇട്ടോളൂ, 3 പ്രാവശ്യം. ആ മോഹന, നീ ഇനിയിപ്പോ ഇവിടുന്ന് ബോംബെ പോവാനാണോ അതോ കൊച്ചി പോവാനാണോ പരിപാടി? ബോംബെയിലേക്കൊന്നും പോണില്ല. നിന്റെ മോള് ബോംബെയിലല്ലടോ? അവള് ബോംബെയിലുണ്ട്. ഓളുടെ അമ്മയുടെ കൂടെ അല്ലേ? നീ മോളെ കണ്ടിരുന്ന അടുത്തെങ്ങാനും? 6 മാസമായി. പോണം. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മില് എന്തായിരുന്നു ആ കുട്ടീൻ്റെ പേര്? ജോത്സന മാത്യു. ജോത്സന മാത്യു. വായിൽ കൊള്ളുന്നില്ല. സമരസപ്പെട്ടു പോകാനുള്ള യാതൊരു സാധ്യതയും നിങ്ങൾ തമ്മിൽ കാണുന്നില്ല അല്ലേ? അതൊക്കെ പഴയ കഥ. എന്താ ചെയ്യാ? ആരാ? അയ്യോ അയ്യോ മോഹനകൃഷ്ണ, ഇത് ഞാനാടാ, ശങ്കരേട്ടൻ. ശങ്കരേട്ടൻ, നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എന്താ മോനേഷ്ണ, എന്താ പറ്റിയ? നീ പറയുന്ന മോനേഷ്ണ? ആര് എന്ത്? എന്ത് കണ്ടുന്നാ നീ പറയുന്നത്? എന്താ കുട്ടി, എന്താ ഈ പറയുന്നത്? എന്താ മോനേട്ടാ, എന്നാ നമ്പേരി പറയുന്നത്? ഇവിടെ ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ, എന്നോട് സംസാരിച്ചു. എന്റെ അമ്മോ, ഇവൻ എന്നാ പറ്റിയേ? അയ്യോ അയ്യോ, എന്റെ കുട്ടിക്കൊന്ന് ഉയിഞ്ഞെണ്ണ നന്നേട്ടാ. നീ പോയി വിശ്രമിക്ക്, വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കണ്ട. ഈശ്വരന്മാരെ, മോനേട്ടാ സൂക്ഷിക്കണം. ഇവിടെ അങ്ങനെയൊന്നും. വലിയ പാമ്പത് 1-ാം തരം സാധനാട്ടോ. ഒരു കല്ലും കാണാനില്ലല്ലോ. കല്ലെടുക്കല്ലേ. എന്താ മുതല്? ഈ പാമ്പന്റെ ശങ്കരേട്ടനെ കടിച്ചിട്ടുണ്ടാവുക. അതിനൊന്നും ചെയ്യണ്ട, വിട്ടേക്ക്. നീ വാ. എന്തിനാ ഞങ്ങളോട് ഈ പക? ഞാൻ ദിവസവും പാലും മുട്ടയും കൊടുക്കുന്നില്ലേ? പാപികള്, നന്ദി കേട്ടോ ഓർക്ക. മോനേട്ടാ, മോനേട്ടാ, എന്താ മഴ കൂടി പുറത്ത് കിടക്കാൻ വയ്യ, ഒന്നും അതിലുറക്കെ. ഒന്ന് വേഗം. എന്താ മഴ, ആകെ പറച്ചുപോയി. മോഹനകൃഷ്ണ, എടാ മഴ, ഒന്ന് വാതിലോർക്ക്. നീയൊന്ന് വാതിലോർക്ക്. ഇതിനൊരു പരിഹാരം കാണണം. മോൻ ഇന്ന് എന്റെ മുറിയിൽ കിടന്നു. ശങ്കരനൊരു പാവല്ലടാ. ഓനെ കണ്ട് നീ എന്തിനാ പേടിക്കുന്നത്?
അത് ഇപ്പഴേ കൊണ്ടെടുക്കട്ടാ. ഓ ഇല്ലൊക്കെ പീഞ്ഞളെ നിന്നെ ആരാട്ടോ ഞാളെല്ലാം കൊണ്ടുപോകുന്നേ. എന്നാ ഈറ്റുങ്ങളൊക്കെ ചെയ്യുന്നാടെ? പന്തലുകാരെല്ലാം പറഞ്ഞിട്ടു. എന്നാ ഞാൻ ഇറങ്ങാം. ശരി. മോന ഇനി ഇടയ്ക്കൊക്കെ വരണം. ഇവിടെ വയസ്സായ ഒരു അമ്മയുണ്ട്. ജാനുവിനും എനിക്കൊക്കെ പ്രായമായി. പിന്നെ ശങ്കരൻ പോയി. ശങ്കരൻ പോയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ഇത്രയും സാമ്യമുണ്ടെന്ന് മനസ്സിലാവുന്നു. ദൈവങ്ങളെ ചെറിയ ചേച്ചി. വർഗീസേ, ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാ സാറേ? വർഗീസേ. ഓ എടാ വർഗീസേ, എന്താ സാറേ? ഞാനില്ലാത്തപ്പോ ഇവിടെ ആരാ വന്നേ? അതാ ബേബി സാറ്. എന്നവൻ പോയാലെങ്കിൽ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? അതിന് പോയിട്ട് വേണ്ടേ? എവിടെ പോവാൻ? ആ, നീ എപ്പോ വന്നു? ഞാൻ കുറച്ച് ദിവസമായി. ഒരുപാട് ജോലി തിരക്കുകളുണ്ടായിരുന്നു. നിന്നെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഷർട്ട് പോലും മര്യാദയ്ക്ക് അയൺ ചെയ്യാനുള്ള സമയമില്ല. നിന്റെ ചേട്ടൻ മരിച്ചുപോയല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വടക്കൻ ഭാഗത്ത് പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണ്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? നീ തന്നെ എല്ലാം നോക്കി നടത്തിയത്? നിന്റെ കയ്യിൽ കാശ് വല്ലതുണ്ടോ? ഒരു 200 രൂപ ഇങ്ങടുത്തെ. എന്തായി എൻ്റെ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ? ഒന്നും ആയില്ലടേ. ഇന്ന് വേറൊരു കക്ഷിയെ കാണാനുണ്ട്. അതിനാണോ 200 രൂപ? ബിസിനസ് സംസാരിക്കാനുള്ളതല്ലേ. അതിനു മുമ്പ് ഒരു 2 അടിച്ചാലേ ഒരു ആൾ ദ ബെസ്റ്റെങ്കിലും പറയടേ. ക്യാമറ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ. കുറച്ച് ലെഫ്റ്റ്. പെർഫെക്റ്റ്. ഇത് ഫ്രണ്ടിൽ തന്നെ കാണണം. ഓക്കെ. 5, 6. കുറച്ചും കൂടി കോമ്പാക്റ്റ്, ക്ലോസർ ആയിട്ട് വയ്ക്കും. കുറച്ച് ലെഫ്റ്റ്. മോഹനകൃഷ്ണ, എനിക്കിന്ന് ഒരുപാട് മദ്യപിക്കണം. എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പൊളിഞ്ഞ ദിവസമായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് നിനക്കറിയാലോ. എൻ്റെ നായികയില്ലേ, 16 വയസ്സാണ് അവൾക്ക്. എൻ്റെ മനസ്സിൽ അവളൊരു നിഷ്കളങ്കയായ ഗ്രാമീണ പെൺകുടിയാണ്. ഓക്കെ. അവള് സ്വപ്നത്തിൽ പൊക്കിളും കാട്ടി അണ്ടർവെയർ ഇട്ട് ഡാൻസ് ചെയ്യണമെന്ന്. ഇമാതിരി കോംപ്രമൈസിനൊന്നും റൊഡറിക് റൊസാരിയെ കിട്ടില്ല. അതാരാ? അത് ഞാൻ തന്നെടേ. ശങ്കരേട്ടൻ മരിച്ചതിന് ശേഷം ഇന്നാ ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുന്നത്. ഏത് ശങ്കരേട്ടൻ? പോടാ. ഓ, നിന്റെ മരിച്ചുപോയ ചേട്ടൻ. ശങ്കരേട്ടൻ മരിച്ചു, പക്ഷെ പോയിട്ടൊന്നുമില്ല. ശങ്കരേട്ടൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാം. നീ ഇങ്ങനെ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. മോഹനകൃഷ്ണ, ഒന്ന് എണീറ്റേ. എന്താ?
മുറിക്കകത്ത് വേറെ ആരോ കൂടിയുണ്ട്. അത് വർഗീസല്ലേ? അല്ലടാ, ഇത് വേറെ ആരോ ആണ്. എൻ്റെ അടുത്ത് ശ്വാസം കഴിക്കുന്നവരെ കേട്ട് ഞാൻ. നീ എന്തോന്നിടെ ഈ തീവണ്ടി ഇങ്ങനെ നോക്കണത്? അതിനകത്ത് ആരെങ്കിലും പോണ? ശങ്കരേട്ടൻ. ഒരുമാതിരി തെമ്മാടിത്തരം പറയരുത്. ശങ്കരേട്ടനാണത്രേ. ഇവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചയക്കണ്ട.